ആശുപത്രി മോർച്ചറിയിൽ നിന്നും പുറത്തേക്കിറക്കിയ സിദ്ധാർത്ഥിന്റെ മൃതദേഹം കാണുവാൻ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ഒപ്പം അഭിനയിച്ച നിരവധി താരങ്ങളുമെല്ലാം എത്തിയിരുന്നു. ഇപ്പോഴിതാ ചികിത്സാകാലത്തുടനീളം മകന്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥനയും വഴിപാടും നേർച്ചകളുമൊക്കെയായി കഴിഞ്ഞ സിദ്ധാർത്ഥിന്റെ അമ്മ മകനെ കണ്ടപ്പോൾ നെഞ്ചുപൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒന്നു കരയാനോ നിൽക്കാനോ പോലും കഴിയാതെ തളർന്നു വീഴുകയായിരുന്നു ആ അമ്മ. എൻ്റെ മോനെ ഞാനൊന്ന് തൊട്ടോട്ടെ എന്നുള്ള ചോദ്യം കേട്ടുനിൽക്കുന്നവരുടെ ചങ്കുലയ്ക്കുന്നതായിരുന്നു. ഏങ്ങലടിച്ചുള്ള കരച്ചിലിനിടയിൽ ഒരു വാക്കുപോലും ആ അമ്മയ്ക്ക് മുഴുമിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. സീമാജി നായർ അടക്കമുള്ളവർ അമ്മയുടെ കൈപിടിച്ച് സിദ്ധാർത്ഥിനെ തൊടിയിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എഴുന്നേറ്റു നിൽക്കാനുള്ള ശക്തി പോലുമില്ലാതെ തളർന്നു പോവുകയായിരുന്നു സിദ്ധാർത്ഥിന്റെ അമ്മ. അച്ഛൻ മരിച്ച ശേഷം സിദ്ധാർത്ഥിന് അമ്മയായിരുന്നു എല്ലാം. മകന്റെ സ്വപ്നമായ അഭിനയത്തിന് സർവ്വ പിന്തുണയും നൽകിയിരുന്നത് ഈ അമ്മയായിരുന്നു. സിദ്ധാർത്ഥിന് രോഗം സ്ഥിരീകരിച്ച നാൾ മുതൽ മകന്റെ ഊണിലും ഉറക്കത്തിലുമെല്ലാം അമ്മ ഒപ്പം തന്നെയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് സിദ്ധാർത്ഥിന്റെ മരണവാർത്ത. ശേഷം താങ്ങിപ്പിടിച്ചാണ് അമ്മയെ വാഹനത്തിലേക്ക് കയറ്റിയതും വീട്ടിലേക്ക് കൊണ്ടുപോയതുമെല്ലാം. സിദ്ധാർത്ഥിന്റെ മൃതദേഹം കണ്ട് ചേട്ടാ കുറേ വേദന സഹിച്ചില്ലേ എന്ന് പറഞ്ഞ് ഏങ്ങലടിച്ചു കരയുകയായിരുന്നു സിദ്ധാർത്ഥിന്റെ അനുജത്തിയും. അച്ഛനും അമ്മയും അനുജനും അടങ്ങുന്നതാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം. ഇത് കസിൻ സിസ്റ്ററാണ്. രണ്ടുപേർ ചേർന്ന് താങ്ങിപ്പിടിച്ചിരുന്ന അനിയത്തിയെ സാന്ത്വനിപ്പിക്കുവാൻ പാടുപെടുകയായിരുന്നു പ്രിയപ്പെട്ടവർ. ഇന്നലെയാണ് സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ചത്. തൃശൂർ ചാലക്കുടിയിലെ വീട്ടിലേക്കാണ് സിദ്ധാർത്ഥിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നത്. വർഷങ്ങൾക്ക് മുന്നെയാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ മരിച്ചത്. അതിനുശേഷം സിദ്ധാർത്ഥായിരുന്നു കുടുംബത്തിന്റെ നട്ടെല്ല്. അതിനിടെയാണ് സിദ്ധാർത്ഥ് സ്വപ്നങ്ങളുമായി സീരിയൽ ലോകത്തേക്കും കയറിയത്. എന്നാൽ കരിയറിലും സ്വകാര്യ ജീവിതത്തിലുമെല്ലാം ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ബാക്കിയാക്കി പാതി വഴിയെ സിദ്ധാർത്ഥ് ജീവിതം അവസാനിപ്പിച്ചു പോകുമ്പോൾ വിങ്ങുകയാണ് അവൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം. സിനിമയിൽ കയറണം, പ്രണയിച്ച് വിവാഹം കഴിക്കണം, ബിഗ് ബോസിൽ പോകണം, അങ്ങനെ ഒട്ടേറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു നടന്. എന്നാൽ അകാലത്തിൽ പൊളിഞ്ഞുപോയ സിദ്ധാർത്ഥിന്റെ മരണവാർത്തയറിഞ്ഞ് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുഴുവൻ ഞെട്ടലാണ് അത് നൽകിയത്. കഴിഞ്ഞ 2 വർഷമായിട്ടാണ് അപൂർവമായ ഈ ക്യാൻസർ രോഗത്തോട് സിദ്ധാർത്ഥ് പൊരുതിയിരുന്നത്. എന്നാൽ തന്റെ വേദനകളൊന്നും തന്നെ സിദ്ധാർത്ഥ് പുറത്തു പറഞ്ഞിരുന്നില്ല. ഇടയ്ക്ക് രോഗം ഭേദമാവുമ്പോഴും ചികിത്സയുടെ ഇടവേള കാലത്തുമെല്ലാം സിദ്ധാർത്ഥ് പുതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിൻ്റെ ചിത്രങ്ങൾ ഏറെ സന്തോഷത്തോടെ തന്നെ നടൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തോളമായി അനുഭവിച്ചിരുന്ന വേദനകളെല്ലാം അവസാനിപ്പിച്ചാണ് നടൻ ഇന്നലെ മരണത്തിലേക്ക് പോയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.